അടുത്ത ഒരു വർഷത്തിനുള്ളിൽ എല്ലാ ജില്ലകളിലും ഫസ്റ്റ് ക്ലാസ് ഗ്രൗണ്ട് എന്നുള്ള KCAയുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന് ഉറപ്പാണ്. കേരളത്തിൻ്റെ കായിക വികസനത്തിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പങ്ക് വലുതാണ്. പ്രത്യേകിച്ച് ക്രിക്കറ്റ് കളിക്കണം, ക്രിക്കറ്റ് പരിശീലിക്കണം. അതിന് കളിയിടങ്ങൾ വേണം, സ്റ്റേഡിയം. കേരളത്തിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ ക്രിക്കറ്റ് പരിശീലിക്കാനും മത്സരത്തിനുമായി നിരവധി കളിമുറ്റങ്ങളാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒരുക്കിയത്. 13 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾ നടത്താൻ പാകമായിട്ടുള്ള ഗ്രൗണ്ടുകളാണ് ഇന്നിപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളുമായിട്ട് എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലോ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയമാണ് KCAയുടെ ഇന്റർനാഷണൽ മത്സരങ്ങളുടെ വേദി. IL&FS നിർമ്മിച്ച സ്റ്റേഡിയത്തിന്റെ ഗ്രൗണ്ടിന്റെ പരിപാലന ചുമതലയാണ് KCAയ്ക്കുള്ളത്. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഉൾപ്പെടുന്ന സ്പോർട്സ് ഹബ് ഏറ്റെടുക്കാൻ നേരത്തെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ ദീർഘകാല കരാറിന് തടസ്സം നേരിട്ടതോടെയാണ് ഇതുമായി മുന്നോട്ടു പോകാൻ സർക്കാരിനും കഴിയാത്തത്. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ ഗ്രൗണ്ടിന്റെ സംരക്ഷണം 2016 മുതൽ KCAയ്ക്കാണ്. ഇതിന് KCA സ്റ്റേഡിയം നടത്തിപ്പുകാരുമായി 2027 വരെ കരാറുണ്ടാക്കിയിട്ടുണ്ട്. ഈ ക്യൂറേറ്റർമാരുടെ മേൽനോട്ടത്തിൽ 365 ഡേയ്സും ഇത് റൗണ്ട് ദ ക്ലോക്ക് ഇങ്ങനെ ഒരു മെയിൻ്റനൻസ് നടക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഗ്രൗണ്ട് എന്ന് പറയുന്നത് 2016 ആണ് നമ്മളിത് ഓപ്പൺ ചെയ്തത്. അപ്പോൾ അത് ഇന്നും ഈ ഓപ്പൺ ചെയ്ത സമയത്തുള്ളതുപോലെ നിൽക്കുന്ന നമ്മുടെ എല്ലാ ഗ്രൗണ്ടും നിൽക്കാനുള്ള കാരണം ഈ മെയിൻ്റനൻസ് ആണ്. നമുക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഏകദേശം ഒരു 3.5 കോടി രൂപയ്ക്ക് മുകളിൽ ആനുവലി നമ്മുടെ ഈ 13 ഗ്രൗണ്ടുകളുടെ മെയിൻ്റനൻസിന് ആകുന്നുണ്ട്. സ്റ്റേഡിയം അധികൃതർ ക്രിക്കറ്റ് ഗ്രൗണ്ട് മറ്റു പല പരിപാടികൾക്കും നൽകിയതോടെ ക്രിക്കറ്റ് പിച്ചും ഗ്രൗണ്ടും നശിച്ചു. ഇത് പുനർനിർമ്മിക്കുന്നതിനും മറ്റുമായി 85 ലക്ഷത്തോളം രൂപ KCA തന്നെ ചെലവഴിച്ചു. അന്താരാഷ്ട്ര മത്സരങ്ങൾ വരുമ്പോൾ കുറഞ്ഞത് 15 ലക്ഷമോ അല്ലെങ്കിൽ ടിക്കറ്റ് കളക്ഷന്റെ 15% സ്റ്റേഡിയം അധികൃതർക്ക് നൽകണം. ഇതുകൂടാതെ ഗ്രൗണ്ട് പരിപാലനത്തിന് ഉപയോഗിക്കുന്ന വൈദ്യുതി, വെള്ളം എന്നിവയുടെ തുകയും KCA നൽകണം. KCL മത്സരങ്ങൾക്കായി പുതിയ ഫ്ലഡ് ലൈറ്റും സ്ഥാപിച്ചിട്ടുണ്ട്. അത്യാധുനിക സൗകര്യങ്ങൾ ഉറപ്പാക്കിയതോടെ സ്റ്റേഡിയം അന്താരാഷ്ട്ര ശ്രദ്ധ നേടുന്ന നിലയിലേക്ക് ഉയർന്നു. 4 കൂറ്റൻ ടവറുകളിൽ നിന്നും 392 LED ലൈറ്റുകൾ ഒരുമിച്ച് കത്തി. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ 18 കോടി രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. സീറ്റുകളും KCA തന്നെയാണ് നന്നാക്കിയത്. തിരുവനന്തപുരം മംഗലപുരത്ത് KCA സ്വന്തം ഭൂമിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സ്റ്റേഡിയമാണിത്. അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയം 10 ഏക്കർ ഭൂമിയിൽ അത്യാധുനിക ഫ്ലഡ് ലൈറ്റ് സംവിധാനം ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട്. KCL പൂർത്തിയായ ശേഷമായിരിക്കും സ്റ്റേഡിയത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം. നിലവിൽ രഞ്ജി ടീമിന്റെ പരിശീലനത്തിന് ഉൾപ്പെടെ ഉപയോഗിക്കുന്നുണ്ട്. കാര്യവട്ടത്ത് അന്താരാഷ്ട്ര മത്സരങ്ങൾ എത്തുമ്പോൾ ടീമുകൾക്ക് പരിശീലനത്തിനായി തുമ്പയും മംഗലപുരവും ഉൾപ്പെടെ 2 സ്റ്റേഡിയങ്ങൾ ഉപയോഗിക്കാൻ കഴിയുമെന്നതും പ്രത്യേകതയാണ്. തിരുവനന്തപുരത്ത് തുമ്പ സെന്റ് സേവ്യേഴ്സ് കോളേജ് ഗ്രൗണ്ട് 2015 കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നിർമ്മിച്ചതാണ്. കോളേജുമായുള്ള പാട്ടക്കരാർ 17 വർഷത്തേക്ക് കൂടി പുതുക്കി. തുമ്പ സെന്റ് സേവ്യേഴ്സ് കോളേജുമായിട്ട് നമ്മൾ ആദ്യം ഒരു 15 വർഷം, അതിനുശേഷം ഇപ്പോൾ അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് 33 ഇയേഴ്സ് ഒരു MOU ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിപ്പോൾ സൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മുടെ രഞ്ജി ട്രോഫി മത്സരങ്ങളെല്ലാം നടക്കുന്നത് തുമ്പ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്. 6.3 ഏക്കർ വരുന്ന ഗ്രൗണ്ടിന്റെയും അനുബന്ധ സൗകര്യങ്ങളുടെയും പൂർണ്ണ ഉപയോഗവും നടത്തിപ്പും തുടർന്നും KCAയുടെ മേൽനോട്ടത്തിലായിരിക്കും. പിച്ചുകൾ, പവലിയൻ, അനുബന്ധ സൗകര്യങ്ങൾ എന്നിവയുടെ എല്ലാം പരിപാലനവും നവീകരണവും KCAയുടെ ഉത്തരവാദിത്തമാണ്. ഗ്രൗണ്ട് തുടർന്നും സെന്റ് സേവ്യേഴ്സ് KCA ക്രിക്കറ്റ് ഗ്രൗണ്ട് എന്ന പേരിൽ തന്നെ അറിയപ്പെടും. കേരളത്തിലെ ഏറ്റവും വലിയ ബൗണ്ടറികളുള്ള ഈ ഗ്രൗണ്ടിൽ 12 പിച്ചുകളാണുള്ളത്. ഇതിൽ 8 എണ്ണം BCCAയുടെ ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾ നടത്താൻ പര്യാപ്തമാണ്. കൂടാതെ പരിശീലനത്തിനായി 2 വിക്കറ്റുകളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷം നമുക്ക് 170 മാച്ച് ഡേയ്സ് ആണ് ഈ 3 ഗ്രൗണ്ടുകളിലും BCCA മത്സരങ്ങൾ നടന്നിട്ടുള്ളത്. BCCAയുടെ മത്സരങ്ങൾ മാത്രം ഈ KCL കൂടാതെ നടന്നിരിക്കുന്ന ഈ 3 ഗ്രൗണ്ടുകളിലായിട്ട്.
പ്രകൃതി സൗന്ദര്യത്തിൽ മാത്രമല്ല കേരളത്തിന്റെ കായിക ഭൂപടത്തിലും വയനാടൻ പെരുമ ഉയർത്തുകയാണ് കൃഷ്ണഗിരി സ്റ്റേഡിയം. 2006-ൽ സ്ഥലമേറ്റെടുത്തു. 2009-ൽ നിർമ്മാണം തുടങ്ങി. 2013-ലാണ് പൂർത്തിയാക്കിയത്. അന്താരാഷ്ട്ര നിലവാരമുള്ള 9 പിച്ചുണ്ട്. രഞ്ജി ട്രോഫി ക്വാർട്ടർ സെമി ഫൈനൽ മത്സരങ്ങളും ഇന്ത്യ എയുടെ അന്താരാഷ്ട്ര മത്സരങ്ങളും നടന്നിട്ടുണ്ട്. 8000 പേർക്ക് കളി കാണാനുള്ള സൗകര്യമുണ്ട്. കൃഷ്ണഗിരി സ്റ്റേഡിയത്തോട് ചേർന്ന് വനിതാ ക്രിക്കറ്റ് അക്കാദമിയും പ്രവർത്തിക്കുന്നുണ്ട്. 2011-ൽ സുൽത്താൻ ബത്തേരിയിൽ തുടങ്ങിയ അക്കാദമിയാണ് സ്റ്റേഡിയത്തിലേക്ക് മാറ്റിയത്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സ്വന്തം ഗ്രൗണ്ടുകളിൽ ഏറ്റവും ശ്രദ്ധ ആകർഷിച്ചതും അതുപോലെ ജനങ്ങൾക്കെല്ലാം വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള ഗ്രൗണ്ട് കൃഷ്ണഗിരി ഗ്രൗണ്ടാണ്. ഏറ്റവും വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു ഗ്രൗണ്ട്. അവിടെയും മറ്റ് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. ഇൻഡോർ ട്രെയിനിങ് ഫെസിലിറ്റി ഉണ്ട്, കുട്ടികൾക്കുള്ള ഹോസ്റ്റലുണ്ട്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും കൂടി ചെയ്തിരിക്കുന്ന ഗ്രൗണ്ടാണ്. രഞ്ജി ട്രോഫി മത്സരങ്ങൾക്കുൾപ്പെടെ വേദിയായ ആലപ്പുഴ SD കോളേജ് ഗ്രൗണ്ട് KCAയുടെ പ്രധാന സ്റ്റേഡിയങ്ങളിൽ ഒന്നാണ്. KCAയ്ക്ക് SD കോളേജ് കൈമാറിയ ഭൂമിയിൽ 2015-ലാണ് ഗ്രൗണ്ടിന്റെ നിർമ്മാണം പൂർത്തിയായത്. 15 പിച്ചുകളാണുള്ളത്. പരിശീലനത്തിന് മാത്രമായി 15 പിച്ചുകൾ വേറെയും നിർമ്മിച്ചിട്ടുണ്ട്. പവലിയൻ, ഇൻഡോർ പരിശീലന സൗകര്യം എന്നിവയും ഇവിടെയുണ്ട്. കോട്ടയത്ത് അത്യാധുനിക ക്രിക്കറ്റ് സ്റ്റേഡിയം ഒരുക്കുന്നതിനായി കേരള ക്രിക്കറ്റ് അസോസിയേഷനും CMS കോളേജും തമ്മിൽ കരാർ ഒപ്പുവച്ചു. കോട്ടയം ജില്ലയിൽ BCCI ഫസ്റ്റ് ക്ലാസ് നിലവാരത്തിലുള്ള ക്രിക്കറ്റ് ഗ്രൗണ്ടാവും CMS കോളേജിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നിർമ്മിക്കുക. സ്റ്റേഡിയം പദ്ധതിക്കായി കോളേജ് 30 വർഷത്തേക്ക് നിലവിലുള്ള ഗ്രൗണ്ട് KCAയ്ക്ക് നൽകും. നിർമ്മാണത്തിന്റെ 1-ാം ഘട്ടത്തിൽ ക്രിക്കറ്റ് ഗ്രൗണ്ട് കൂടാതെ പവലിയൻ, സ്പ്രിംഗ്ലർ സിസ്റ്റം, ഇൻഡോർ ഔട്ട്ഡോർ പ്രാക്ടീസ് സംവിധാനം, അത്യാധുനിക ജിംനേഷ്യം, ഫുട്ബോൾ ഗ്രൗണ്ട് എന്നിവ ഉണ്ടാകും. പദ്ധതി ചെലവ് 14 കോടി രൂപയാണ്. 2-ാം ഘട്ടത്തിൽ ഫ്ലഡ് ലൈറ്റ് സംവിധാനം ഉണ്ടാകും. രഞ്ജി ട്രോഫി ഉൾപ്പെടെ BCCI ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾക്ക് വേദിയാകും. പാലക്കാട് നമ്മുടെ ഈ കോട്ട മൈതാനമാണ്. പക്ഷെ അതിപ്പോൾ അപര്യാപ്തമാണ്. നമ്മുടെ BCCIയുടെ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് BCCIയുടെ മത്സരങ്ങൾ നടത്താൻ അപര്യാപ്തമാണ്. അതുകൊണ്ട് ശ്രീ ചാത്തൻകുളങ്ങര ദേവീക്ഷേത്രം ട്രസ്റ്റുമായി ചേർന്ന് KCA MOU ഒപ്പുവെച്ചു. അവരുമായിട്ടൊരു 33 വർഷത്തെ ലീസ് എഗ്രിമെൻ്റ് സൈൻ ചെയ്ത് അവിടെ ഒരു 2 ക്രിക്കറ്റ് ഗ്രൗണ്ടും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും ഡെവലപ്പ് ചെയ്യുകയാണ്. തൊടുപുഴയിലൊരു ട്വിൻ ഗ്രൗണ്ടാണ്. അത് വേറെ അവിടെ മാത്രമാണ് അങ്ങനെയുള്ളത്. അവിടെ 2 ഫസ്റ്റ് ക്ലാസ് ഗ്രൗണ്ടുകളുണ്ട്. മറ്റ് സൗകര്യങ്ങൾ അവിടെ ആയി വരികയാണ്. ഇപ്പോൾ പ്രാക്ടീസ് ഫെസിലിറ്റി എല്ലാം ആയി വരികയാണ്. അക്കാഡമിയും ഇൻഡോർ ഫെസിലിറ്റിയും ഇനി വരാനിരിക്കുന്നു. നമ്മൾ കൊല്ലത്ത് നമ്മുടെ സ്വന്തം സ്ഥലമാണ് എഴുകോണിൽ 7 വർഷം മുമ്പ് പർച്ചേസ് ചെയ്ത സ്ഥലമാണ്. അവിടെ ഇപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എറണാകുളത്ത് രാജഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം, കളമശ്ശേരി സെന്റ് പോൾസ് കോളേജ് ഗ്രൗണ്ട്, പെരിന്തൽമണ്ണ KCA ഗ്രൗണ്ട്, കോണോർ വോയൽ ക്രിക്കറ്റ് സ്റ്റേഡിയം, തലശ്ശേരി, കാസർഗോഡ് KCA സ്റ്റേഡിയം എന്നീ ഗ്രൗണ്ടുകളും KCAയുടെ പരിപാലനത്തിലാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒരു മിഷൻ 2020 എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു പ്രധാന ഒരു വിഷൻ എന്ന് പറയുന്നത് നമ്മുടെ 14 ജില്ലകളിലും ഫസ്റ്റ് ക്ലാസ് സ്റ്റേഡിയങ്ങൾ ഉണ്ടാകുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഈ 13 ഗ്രൗണ്ടുകളുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ ജില്ലയിലും ഇല്ല. കോഴിക്കോടും കൂടെ ആയി കഴിയുമ്പോൾ നമ്മുടെ നോർത്ത് സോണിലെ എല്ലാ ജില്ലകളിലും ഗ്രൗണ്ട് എന്നുള്ളൊരു കാര്യമാവും. ഇനി തൃശ്ശൂരാണ് ഇനി ഈ നമ്മുടെ സെൻട്രൽ സോണിലാകാനുള്ളത്. പിന്നെ ഉള്ളത് പത്തനംതിട്ടയിലാണ്. ലാൻഡ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മളത് അവർ ഓണേഴ്സുമായിട്ട് ഡിസ്കഷനിലാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ മിക്കവാറും ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഈ 14 ജില്ലയിലും ഗ്രൗണ്ട് എന്നുള്ളൊരു നമ്മുടെ ഒരു വിഷൻ അത് കംപ്ലീറ്റ് ആകാനാണ് സാധ്യത. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിച്ചതോടെ കേരള ക്രിക്കറ്റും ഒപ്പം വളർന്നു. ചരിത്രത്തിലാദ്യമായി രഞ്ജി ട്രോഫിയുടെ ഫൈനലിലെത്തി ദൈവത്തിന്റെ സ്വന്തം നാട് കരുത്തറിയിച്ചു. കേരള ക്രിക്കറ്റിന്റെ മാറിയ മുഖമാണ് KCL. മുഖച്ഛായ തന്നെ മാറ്റിയ ടൂർണമെന്റ്. 6 ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത്. എല്ലാ ജില്ലകളിലും ക്രിക്കറ്റ് ഗ്രൗണ്ടുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് KCA എത്തുന്നതോടെ തിരുവനന്തപുരത്തിന് പുറമെ മറ്റ് ജില്ലകളിലേക്കും കേരളത്തിന്റെ സ്വന്തം IPL വ്യാപിക്കും.
ടി എസ് ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.